ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ക്വില്ലിംഗ് വാൾ ഡെക്കറേറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. 15x30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ട് അതിനേക്കാൾ ലെങ്ത്തിലും വിഡ്ത്തിലും 2 ഇഞ്ച് വീതിയുള്ള 2 ഇഞ്ച് നീളമുള്ള ഒരു ചാർട്ട് പേപ്പർ മുറിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗമ്മ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ല, പുറത്തോട്ട് ഫ്രെയിം ചെയ്യിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊരു പ്രത്യേക ഇഷ്ടമല്ലേ. ഞാൻ ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അത് നമുക്ക് പെട്ടെന്ന് ഈ പേപ്പേഴ്സൊക്കെ ഭയങ്കര സ്പീഡിൽ ഒട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഫാസ്റ്റായിട്ട് ഒട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്, 2 ഹാർട്ട്. ഇത് 30x7 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളതാണ്. മറ്റേത് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് 15x30 സെൻറ്റിമീറ്ററാണ്. പിന്നെ അടുത്തതിന് നമ്മൾ ബട്ടർഫ്ലൈ ആണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മളിതിനൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ക്വില്ലിംഗ് പേപ്പർ ഈ ഔട്ട്ലൈനിൻ്റെ നമ്മൾ വരച്ച ഔട്ട്ലൈനിൻ്റെ ചുറ്റും അളവെടുത്തിട്ട് അതിനൊന്ന് ഒട്ടിച്ചാൽ മതി. കറക്റ്റായിട്ട് നമ്മൾ അളവെടുത്ത് ഒട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുമ്പം തന്നെ നമുക്ക് ആ ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ്. സോ ഒരു ഇത്തിരി പാടുപെട്ടിട്ടാണ് ഞാനത് വളച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ കാണിച്ചത്. കാരണം ആരുടെ കയ്യിൽ നിന്നെങ്കിലും ജസ്റ്റ് ഒന്ന് വളഞ്ഞു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് എളുപ്പത്തിൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഒരുപാട് പ്രസ് ചെയ്യരുത്, കാരണം ഇത് പേപ്പറാണ്, പെട്ടെന്ന് കേടാവും. ഗമ്മ വെച്ചിട്ട് നമ്മളെ ഔട്ട്ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേപ്പർ ഔട്ട്ലൈൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. ജസ്റ്റ് ഷേപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയും ഗമ്മാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ഗമ്മാക്കി ജസ്റ്റ് ക്ലിയർ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് ഷേപ്പാക്കി എടുക്കുക. നെക്സ്റ്റും അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ റിബൺസ് റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ കളറാണോ ഇഷ്ടം ആ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഹാഫ് മതി, ഒരു റിബണിൻ്റെ ഹാഫേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതും നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നില്ല, ഈ ക്വില്ലിങ്സ് ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ. ഇത്
ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹാർട്ടിനകത്ത് ഗമ്മ വെച്ചിട്ട് നമ്മൾ ഈ ഓരോരോ റിങ്സ് ആയിട്ട് എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കളർഫുൾ ഹാർട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങനെ കേർവി ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഗമ വെച്ച് ഒട്ടിച്ചു കൊടുക്കും. കേവ്സ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഗമ്മ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫിംഗേഴ്സ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു കേർവ് കിട്ടും. അത് ഒട്ടിക്കാം ഇതുപോലെ. കുറച്ച് കേർവ്സേ ഉള്ളൂ, നമുക്ക് ഹേർട്ടായതുകൊണ്ട് കുറച്ച് കേർവ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വല്ലാതെ പ്രസ് ചെയ്താൽ പേപ്പർ കേടാവും. നമ്മളെ ഹാർട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ ഇത് രണ്ടെണ്ണം ബാക്കി വന്ന പീസാണ്, അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ചെയ്യാം. ബട്ടർഫ്ലൈ ചെയ്യാനും സെയിം അതുപോലെ തന്നെ നമ്മൾ ഗമ്മ വെക്കുക. ഔട്ട്ലൈൻ ഇതിൽ ഞാൻ ഔട്ട്ലൈൻ പേപ്പർ കൊണ്ട് വെച്ചിട്ടില്ല. ഇതിന് ഔട്ട്ലൈൻ വെക്കുക എന്ന് പറയുന്ന പരിപാടി കുറച്ച് ടഫാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിൽ അധികം ഞാൻ സൈഡ് നമ്മൾ ഷേപ്പാക്കിയിട്ടുള്ള ക്വില്ലിംഗ് റിങ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളെ ബട്ടർഫ്ലൈ ഭയങ്കര കർവിയാണ്. സോ നമ്മൾ റിങ്സ് മാത്രം യൂസ് ചെയ്താൽ പോലെ അതൊന്ന് ഷേപ്പാക്കി തന്നെ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഈ കില്ലിംഗ് റിബൺസ് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ, കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം, ചെക്ക് ചെയ്യാം.
നമ്മുടെ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.